അയാൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ സമയം 11 മണി. അയാൾക്ക് സഞ്ചരിക്കേണ്ട തീവണ്ടി വരാൻ ഇനിയും 1 മണിക്കൂറുണ്ട്. റിസർവ് ചെയ്ത കമ്പാർട്ട്മെന്റ് എത്രാമത്തെ ബോഗിയാണ്, എവിടെ വരും എന്ന് മനസ്സിലാക്കി അയാൾ ആ ഭാഗത്തേക്ക് നടന്നു. പ്ലാറ്റ്ഫോമിൽ തിരക്കുണ്ട്. പരിചിത മുഖങ്ങൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചുറ്റും നോക്കി. ആരെയും കാണുന്നില്ല. ജനങ്ങൾ വർദ്ധിക്കും തോറും പരിചയക്കാർ കുറഞ്ഞു വരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അയാൾ ഒരു ഇരിപ്പിടം അന്വേഷിച്ചു നടന്നു. തലയ്ക്ക് മുകളിൽ സ്പീക്കറുകളിലൂടെ തീവണ്ടികളുടെ വരവിനെക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അവയിൽ തൻ്റെ വണ്ടിയെപ്പറ്റി പറയുന്നത് കേൾക്കാനായി അയാൾ ചെവിയോർത്തു. ഒരു തീവണ്ടി ഉടനെ വരാനുണ്ട്. അതിലെ യാത്രക്കാരും യാത്രയാക്കാൻ വന്നവരും വരുന്നവരെ സ്വീകരിക്കാൻ എത്തിയവരും ഉന്മേഷം പൂണ്ടു ചലിച്ചു. പല ഇരിപ്പിടങ്ങളും കാലിയായി. ഇരിക്കുമ്പോൾ ഊർന്നു പോവാത്ത ഒരു കസേര കണ്ടെത്തിയ അയാൾ ഇരുന്നു. താമസിയാതെ ഒരു ട്രെയിൻ സാവധാനം വലിയ ശബ്ദമില്ലാതെ വന്നു നിന്നു. ക്ഷമയോടെയും അക്ഷമയോടെയും കാത്തുനിന്നിരുന്ന ആളുകൾ തിരക്ക് കൂട്ടി. വണ്ടിയിൽ നിന്നും ആളുകൾ മുഴുവനും ഇറങ്ങിത്തീരുന്നതിന് മുമ്പ് തന്നെ പുറത്തുനിന്ന പലരും അകത്തേക്ക് കയറാൻ പരിശ്രമം തുടങ്ങി. ആ ട്രെയിൻ യാത്രയായി. പ്ലാറ്റ്ഫോമിലെ കോലാഹലത്തിന് അല്പം ശമനമായി. അയാൾ മൊബൈൽ പുറത്തെടുത്ത് അതിൽ വീഡിയോ ക്ലിപ്പുകൾ തെരഞ്ഞു. സ്പീക്കറുകളിൽ അനൗൺസ്മെന്റുകൾ തുടർന്നുകൊണ്ടിരുന്നു. തമിഴ്നാട് റെയിൽവേ സ്റ്റേഷനുകളിലെ അറിയിപ്പുകളിൽ കനിവാർന്ന എന്നൊരു വാക്കുകൂടിയുണ്ട് എന്നയാൾക്ക് ഓർമ്മ വന്നു. മൊബൈലിൽ വീഡിയോ ക്ലിപ്പുകൾ മാറിക്കൊണ്ടിരുന്നു. അയാളുടെ ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നു എന്ന പ്രഖ്യാപനം മുഴങ്ങി. താമസിയാതെ ആ തീവണ്ടി കടന്നു വന്നു. അയാൾ മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ബോഗികളിൽ തനിക്ക് കയറേണ്ട കമ്പാർട്ട്മെന്റ് നമ്പർ തേടി കണ്ടെത്തി. ട്രെയിൻ പതിയെ നിശ്ചലമായി. ആവേശത്തോടെ ആളുകൾ, ചിലർ അയാളെ തള്ളിക്കൊണ്ട് കടന്നുപോയി. അയാൾ സാവകാശം മുന്നോട്ട് നീങ്ങി ബോഗിക്കകത്ത് കയറി ഇടുങ്ങിയ ഇടനാഴിയിലൂടെ നടന്നു. വലിയ സൂട്ട്കേസുകൾ ഉരുട്ടിയും വലിച്ചും എതിരെ പലരും വന്നു. അവരിൽ നിന്നും ഒഴിഞ്ഞും മാറിയും തനിക്ക് ചാർത്തിത്തന്ന സീറ്റ് തേടി. ഒടുവിൽ അതിലെത്തിച്ചേർന്ന അയാൾ കയ്യിലെ ബാഗ് മുകളിലെ തട്ടിൽ വെച്ചു ഇരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ അയാളുടെ സമീപ സീറ്റിൽ ഒരു യാത്രക്കാരൻ വന്നിരുന്നു. ട്രെയിൻ മുന്നോട്ട് ചലിച്ചു തുടങ്ങി. അയാൾ ഇരുണ്ട ജനാലയ്ക്ക് പുറത്തെ കാഴ്ചകൾ കാണാൻ ശ്രമിച്ചു. സമീപത്തെ റെയിൽപാളത്തിലൂടെ ഇടയ്ക്ക് ട്രെയിനുകൾ ആരവത്തോടെ പാഞ്ഞു പോകുന്നു. അകലെ നിന്നും TTE ഓരോ സീറ്റുകളും താണ്ടി അയാളുടെ അടുത്തെത്തി. അയാൾ മൊബൈൽ എടുത്തു. എന്നാൽ അതിൻ്റെ സഹായമില്ലാതെ തന്നെ TTE അയാൾ സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തി അടുത്ത യാത്രക്കാരനിലേക്ക് നീങ്ങി. അയാൾ മൊബൈൽ എടുത്തു പഴയ ഹിന്ദി സിനിമാ ഗാനങ്ങൾ കാണാൻ തുടങ്ങി. ഇടവേളകളിൽ ഇടനാഴിയിലൂടെ ഭക്ഷണ സാധനങ്ങൾ വേണ്ടി വിളിച്ചു പറഞ്ഞുകൊണ്ട് വിൽപ്പനക്കാർ നടന്നു. ട്രെയിൻ പല സ്റ്റേഷനുകളിൽ നിൽക്കുകയും യാത്ര തുടരുകയും ചെയ്തു. യാത്രക്കാർ ചിലർ ഇറങ്ങി, പലരും കയറി. ഒരു സ്റ്റേഷനിൽ അയാളുടെ സമീപം ഇരുന്ന ആൾ ഇറങ്ങിപ്പോയി. സ്റ്റീവൻസന്റെ ഫാസ്റ്റർ ദാൻ ഫെയറീസ്, ഫാസ്റ്റർ ദാൻ വിച്ചസ്, ബ്രിഡ്ജസ് ആൻഡ് ഹൗസസ്, ഹെഡ്ജസ് ആൻഡ് ഡിച്ചസ് എന്ന് തുടങ്ങുന്ന കവിത ഓർമ്മിപ്പിച്ചുകൊണ്ട് ഏകതാളത്തിൽ, ചിലപ്പോൾ ദ്വന്ദ്വതാളത്തിൽ ട്രെയിൻ മുന്നോട്ട് കുതിച്ചു. അയാൾ അല്പം വിശാലമായി ചാഞ്ഞിരുന്നു. അർദ്ധമയക്കത്തിലേക്ക് ഊർന്നിറങ്ങി. സമീപ സീറ്റിൽ ആൾപെരുമാറ്റം അനുഭവപ്പെട്ടപ്പോൾ അയാൾ കണ്ണു തുറന്നു. ആ സീറ്റിൽ ഒരു യാത്രക്കാരൻ ഇരിക്കുന്നു. അയാൾ വീണ്ടും കണ്ണുകൾ അടച്ചു. ഭക്ഷണ സാധനങ്ങളുമായി വന്നയാളെ സമീപ ഇരിപ്പിടത്തിലെ യാത്രക്കാരൻ വിളിച്ചു നിർത്തുന്നത് അയാൾ കേട്ടു. ഭക്ഷണം ആവശ്യപ്പെടുന്നതും അവർ തമ്മിൽ ചില്ലറക്ക് തർക്കിക്കുന്നത് കേട്ട് അയാൾ കണ്ണു തുറന്നു. 500 രൂപക്ക് ചില്ലറയുണ്ടോ? ചോദ്യം അയാളോടാണ്, സമീപ സീറ്റിൽ നിന്നും. അയാൾ വിൽപ്പനക്കാരന്റെ മുഖത്തേക്ക് നോക്കി. വിൽപ്പനക്കാരനും അതേ ചോദ്യം ചോദിക്കുന്നത് പോലെ തോന്നിച്ചു. അയാൾ തന്റെ ബാഗിൽ നിന്നും ചില്ലറ എടുത്തു കൊടുത്തു. വിൽപ്പനക്കാരൻ തന്റെ സാമഗ്രികളുമായി നീങ്ങി. സഹയാത്രികൻ അയാളോട് നന്ദി പറഞ്ഞു സ്വയം പരിചയപ്പെടുത്തി. എൻ്റെ പേര് പ്രസാദ്.
നിങ്ങൾ. അയാൾ തൻ്റെ പേര് പറഞ്ഞു. സഹയാത്രികൻ തുടർന്ന് ചോദിച്ചു, എവിടേക്ക് പോകുന്നു? അയാൾ പോകുന്ന സ്ഥലം പറഞ്ഞു. അവിടെയാണോ വീട്? അല്ല, അവിടെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകളുടെ വിവാഹത്തിന് പോകുന്നു. നിങ്ങൾ എന്തു ചെയ്യുകയായിരുന്നു? സ്കൂൾ മാഷായിരുന്നു, റിട്ടയർ ചെയ്തു, ഇപ്പോൾ സ്വസ്ഥം. നിങ്ങളോ? ഞാൻ കുറെ കാലം ഗൾഫിലായിരുന്നു, ഇപ്പോൾ സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നു. അവിടെ നിന്നും വരുന്നു, വീട്ടിലേക്ക് പോകുന്നു. നിങ്ങളുടെ കുടുംബം? 2 പേർ, ഒരു മകനും ഒരു മകളും. മകൻ ചെന്നൈയിൽ, മകൾ ബാംഗ്ലൂരും. അവർ അവിടെ കുടുംബസമേതം കഴിയുന്നു. നിങ്ങൾക്കോ? ഒരു മകൻ, അവൻ അമേരിക്കയിലാണ്, കുടുംബവുമായി. കൂടുതൽ സംഭാഷണം ആവശ്യമില്ലെന്ന് കരുതി 2 പേരും മൗനമായിരുന്നു. അയാൾ പുറത്തേക്ക് നോക്കി. മഴത്തുള്ളികൾ ജനാലച്ചില്ലിൽ തട്ടി ചിതറിക്കൊണ്ടിരുന്നു. അകത്ത് ഇടനാഴിയിലൂടെ ആളുകൾ നടക്കുന്നു. ചിലർ വരാനിരിക്കുന്ന സ്റ്റേഷനിൽ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. തൻ്റെ മൊബൈലിലെ പഴയ ഹിന്ദി ഗാനങ്ങളിലേക്ക് അയാൾ മടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പ്രസാദ് അയാളോട് ചോദിച്ചു, പഴയ പാട്ടുകളാണോ ഇഷ്ടം? എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്, പഴയ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം. നിങ്ങൾക്കോ? എനിക്ക് പാട്ടുകളിൽ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല, എന്നാൽ ഇപ്പോൾ നിങ്ങൾ കേട്ട പാട്ടിൽ എനിക്ക് താല്പര്യമുണ്ട്. ഓഹോ, അതെന്താ? കോളേജിൽ പഠിക്കുമ്പോൾ എനിക്ക് ഒരു പ്രണയമുണ്ടായിരുന്നു. ഡിഗ്രി അവസാന വർഷത്തിൽ കോളേജ് കട്ട് ചെയ്ത് ഞങ്ങൾ 2 പേരും കൂടി ആദ്യമായും അവസാനമായും കണ്ട സിനിമയിലെ പാട്ടാണത്. വർഷങ്ങൾ ഏറെ കഴിഞ്ഞിട്ടും അതെൻ്റെ മനസ്സിൽ മായാതെ നിൽപ്പുണ്ട്. ഈ സിനിമ ഞാനും കണ്ടത് കോളേജിൽ വെച്ചാണ്, ഡിഗ്രി അവസാന വർഷത്തിൽ തന്നെ. പക്ഷെ കൂടെ ഉണ്ടായിരുന്ന ക്ലാസ്മേറ്റ് പ്രണയിനി അല്ല. നമ്മൾ 2 പേരും ഒരേ സമയത്താണ് ഡിഗ്രി പഠിച്ചത് എന്ന് തോന്നുന്നു. ശരിയാണ്. നിങ്ങൾ ഏത് കോളേജിലാണ് പഠിച്ചത്? പ്രസാദ് താൻ പഠിച്ച കോളേജിന്റെ പേര് പറഞ്ഞു. ഞാനും അതേ കോളേജിലാണല്ലോ പഠിച്ചത്. ആ കോളേജിൽ ഏത് കോഴ്സായിരുന്നു? അയാൾ താൻ പഠിച്ച കോഴ്സിന്റെ പേര് പറഞ്ഞു. ഞാനും അതേ കോഴ്സാണല്ലോ പഠിച്ചത്. അവർ 2 പേരും പരസ്പരം സൂക്ഷിച്ചു നോക്കി. അത്ഭുതവും അവിശ്വസനീയതയും അവരുടെ കണ്ണുകളിൽ നിഴലിച്ചു. 2 പേരും കുറച്ചു നേരത്തേക്ക് ഒന്നും മിണ്ടിയില്ല. പ്രസാദാണ് ആദ്യം മൗനം ഭേദിച്ചത്. പഠിച്ച കോളേജ് ഒന്ന്, പഠിച്ച വിഷയം ഒന്ന്, കോഴ്സ് കഴിഞ്ഞ വർഷം ഒന്ന്. അതിനർത്ഥം നമ്മൾ ഒരു ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചവരാണെന്നല്ലേ? അവരുടെ മനസ്സുകൾ ഏതാണ്ട് 50 വർഷം പുറകോട്ട് സഞ്ചരിക്കാൻ ശ്രമിച്ചു. അവർക്ക് ഓർമ്മയിൽ തേടേണ്ട മുഖങ്ങൾ ആ വണ്ടിയിൽ വെച്ച് കണ്ടുമുട്ടി പരിചയപ്പെട്ട, ഇപ്പോൾ അടുത്തിരുന്ന് സഞ്ചരിക്കുന്ന, പരസ്പരം നോക്കുന്ന മുഖങ്ങളല്ല. ജീവിതയാനങ്ങളിൽ അനന്തമായ പാതകളിൽ ഒരുപാട് സഞ്ചരിച്ച 2 മധ്യവയസ്കരുടെ മുഖങ്ങളല്ല. വരാനിരിക്കുന്ന വർഷങ്ങളെ, ജീവിതത്തെ പ്രത്യാശയോടെ ഉറ്റുനോക്കിയ 2 യുവപതനങ്ങളെയാണ്. അത് എങ്ങനെ ഇപ്പോൾ ഇവിടെ കണ്ടെത്തും? വർഷങ്ങൾക്ക് മുമ്പ് ഒരുമിച്ച് 4 ചുമരുകൾക്കുള്ളിൽ 3 വർഷങ്ങൾ ഇരുന്നു പഠിച്ച 2 സഹപാഠികൾ. ചിലപ്പോഴെല്ലാം ഒരേ ബെഞ്ചിൽ അടുത്തടുത്ത് ഇരുന്നിരിക്കണം. പല കാര്യങ്ങൾ സംസാരിച്ചിരിക്കണം. തമാശകൾ കണ്ടും കേട്ടും ചിരിച്ചിരിക്കണം. അവർ ഇന്ന് അവിചാരിതമായി, അപരിചിതരായി തീവണ്ടിയിൽ വെച്ച് യാത്രക്കിടയിൽ വീണ്ടും കണ്ടുമുട്ടുന്നു. കുറച്ചു കാലം മുമ്പ് അലസമായിരിക്കുന്ന ഒരു വേളയിൽ അയാൾക്ക് ഒരു സഹപാഠിയുടെ പേര് ഓർമ്മ വന്നിരുന്നു. ആ പേര് അപൂർവമായ ഒന്നായിരുന്നതിനാലായിരിക്കണം മനസ്സിൽ ഉയർന്നത്. ബിരുദ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പോ അത് അവസാനിച്ചതിന് ശേഷമോ അയാൾ ആ പേര് മറ്റാർക്കും കേട്ടിട്ടില്ല. അല്ല, തീരെ കേട്ടിട്ടേയില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. പിന്നീട് പാറപ്പുറത്തിൻ്റെ ഒരു ചെറുകഥയിൽ സതീർത്ഥ്യൻ്റെ 2 ഭാഗമുള്ള ആ പേരിൻ്റെ ആദ്യ ഭാഗമായിരുന്നു ഒരു കഥാപാത്രത്തിന്. ആ പേരിനെ പറ്റി ആലോചിച്ചപ്പോൾ മറ്റൊരു ചിന്ത അന്ന് അയാളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. തനിക്ക് കോളേജിലെ എത്ര സഹപാഠികളെ ഓർമ്മയുണ്ട്? അയാൾ കൂടെ പഠിച്ചവരെയും അവരുടെ പേരുകളും ഓർത്തെടുക്കാൻ ശ്രമിച്ചിരുന്നു.
ആകെ ഓർമ്മ വന്നത് 10 മുഖങ്ങളാണ്, 10 പേരുകളും. ഇപ്പോൾ ഈ വണ്ടിയിലിരുന്ന് വീണ്ടും ഓർക്കുമ്പോൾ അവരിൽ പ്രസാദിൻ്റെ പേരും മുഖവുമില്ല. ക്ലാസ്സിലുണ്ടായിരുന്നത് 40 പേരാണ്. അതിൽ 5 പെൺകുട്ടികളാണ്, ബാക്കി 35 ആൺകുട്ടികൾ. അവരിൽ 10 പേർ കഴിച്ചാൽ ബാക്കി 25 പേരിൽ ഒരാളാണ് ഈ പ്രസാദ്. പ്രസാദിൻ്റെ സ്മരണകളിൽ അയാളുമില്ല. എന്നാൽ പ്രസാദിന് കൂടെ പഠിച്ച മറ്റു പലരെയും ഓർമ്മയുണ്ട്. അവരിൽ ചിലരെ പലയിടത്തും വെച്ച് കണ്ടതും വാട്സാപ്പിൽ ബന്ധപ്പെടാറുള്ളതും പറഞ്ഞു. ചില ഫോട്ടോകളും കാണിച്ചു. അയാൾക്ക് ആ ഫോട്ടോകളിൽ കണ്ടവരിൽ ആരെയും മനസ്സിലായില്ല. അവസാന കോളേജ് വർഷം കഴിയുമ്പോൾ സാധാരണ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന പതിവുണ്ട്. എന്നാൽ അവരുടെ ബാച്ചിൽ അത് നടന്നിട്ടില്ല. കാലം എത്ര വിചിത്രമായ കാര്യമാണ് ചെയ്തത്. നിങ്ങൾ വളരെ മാറിയിരിക്കുന്നു. ഞാനും വ്യത്യസ്തനായി കഴിഞ്ഞു. സഹപാഠികൾ മാത്രമല്ല, അധ്യാപകരും മനസ്സിൽ വരാറില്ല. എങ്കിലും അക്കാലത്തെ മറ്റു പല കാര്യങ്ങളും അയാളിൽ മായാതെ നിൽക്കുന്നുണ്ട്. കോളേജിൽ അയാൾക്ക് ഏറ്റവും അടുപ്പമുള്ള 3 സഹപാഠികൾ ജയന്ത്, സിറിയക്, ബാലകൃഷ്ണൻ എന്നിവരായിരുന്നു. അവരിൽ ജയന്തുമായുള്ള ബന്ധം സിനിമയിൽ അവർക്ക് 2 പേർക്കുമുള്ള പൊതുവായ താല്പര്യമായിരുന്നു. അവർ ഒരുമിച്ച് സിനിമകൾക്ക് പോകും, ആർട്ടെന്നോ കൊമേഴ്സിലെന്നോ വ്യത്യാസമില്ലാതെ. സിനിമാ ഗോസിപ്പുകൾ പറഞ്ഞു രസിക്കും. യൂണിവേഴ്സിറ്റി യൂണിയൻ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഒരു ലഘു തിരക്കഥാ മത്സരത്തിൽ ജയന്തിനാണ് 1ാം സമ്മാനം ലഭിച്ചത്. സമ്മാന വിതരണം നടത്തിയത് അക്കാലത്തെ പ്രശസ്തയായ നായികാ താരമാണ്. വിതരണം കഴിഞ്ഞപ്പോൾ യൂണിയൻ ഭാരവാഹി താരത്തിൻ്റെ സമീപം ചെന്ന് ഹോട്ടലിൽ തിരിച്ചു പോകാൻ വാഹനം റെഡിയാണ് എന്ന് പറഞ്ഞതും താരം ഉടനെ "നോ, ചന്ദ്രൻ നായർ വിൽ ഡ്രോപ്പ് മീ" എന്ന് മറുപടി പറഞ്ഞതും ചന്ദ്രൻ നായർ കാറുമായി വന്ന് താരത്തെ കൊണ്ടുപോയതും ജയന്ത് തിരിച്ചു വന്ന് റിപ്പോർട്ട് ചെയ്തു. ഈ ചന്ദ്രൻ നായർ നഗരത്തിലെ ഒരു പ്രമുഖ വ്യവസായിയായിരുന്നു. ഇതുപോലെയുള്ള പല ഗോസിപ്പുകളും അവർ പരസ്പരം ആസ്വദിച്ചിരുന്നു. അവർ 2 പേരും പങ്കെടുത്ത ഫിലിം ക്യാമ്പും അയാളുടെ മനസ്സിൽ ഇന്നുമുണ്ട്. സംസ്ഥാന അവാർഡ് ജേതാവായ സംവിധായകൻ തൻ്റെ ചിത്രത്തിൽ നായികാനായകൻ്റെ ശാരീരിക വീഴ്ച എങ്ങനെ ലളിതമായി ചിത്രീകരിച്ചു എന്ന് വിശദീകരിച്ചതും പ്രശസ്ത കവി തൻ്റെ കവിത തെളിവാർന്ന് പാടിയതും അവിടെ നിന്ന് കണ്ട ചില ക്ലാസിക് ചിത്രങ്ങളും മായാത്ത ഓർമ്മകളായി നിലകൊള്ളുന്നു. സിറിയക് സായാഹ്ന സവാരികളിലെ സ്ഥിരംകൂട്ടായിരുന്നു. അവർ നടത്തിയ സവാരികളും അവയ്ക്കിടയിൽ ഭക്ഷണം കഴിക്കാറുള്ള റെസ്റ്റോറൻറ്റുകളും മറന്നിട്ടില്ല. ആ റെസ്റ്റോറൻറ്റുകളിൽ പലതും ഇന്നില്ലെങ്കിലും ബാലകൃഷ്ണനെ ഒരു കുടുംബ സുഹൃത്ത് എന്ന നിലയിൽ നേരത്തെ പരിചയമുണ്ടായിരുന്നു. അയാൾക്ക് വിചിത്രമായി തോന്നിയത് പഠനത്തെ പറ്റിയുള്ള അനുഭവങ്ങൾ ഒന്നും മനസ്സിലില്ല എന്നതാണ്. പഠിച്ച വിഷയം താല്പര്യമില്ലാത്തതായിരുന്നതാവാം കാരണം. ഒരാൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് മറക്കുക എന്ന് എറിക് ഫ്രോം പറഞ്ഞതിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ മറക്കുകയില്ല എന്നും അർത്ഥമാകാം. അയാളും പ്രസാദും ക്ലാസ് മുറി വിട്ട് പുറത്തേക്ക് കടന്നു. അന്ന് വിദ്യാർത്ഥികൾക്ക് ഭയമായിരുന്ന പ്രിൻസിപ്പൽ, അവിടെ പഠിച്ചിരുന്ന ചില പ്രശസ്തരുടെ മക്കൾ, പിൽക്കാലത്ത് സിനിമാ നടനായ മിമിക്രി കലാകാരൻ, ചില ബാസ്കറ്റ്ബോൾ കളിക്കാർ എന്നിവരെ പറ്റി സംസാരിച്ചു. ഒരു ടൈം മെഷീൻ കിട്ടിയിരുന്നെങ്കിൽ കോളേജ് ദിനങ്ങളിലേക്ക് തിരിച്ചു പോകാമായിരുന്നു എന്നയാൾ ആശിച്ചു. ബർഗ്മാൻ്റെ വൈൽഡ് സ്ട്രോബറീസിൽ വൃദ്ധനായ ഡോക്ടർ ഐസക് താൻ ബാല്യകാലം ചെലവഴിച്ച ഭവനം സന്ദർശിക്കുന്ന രംഗം അയാളുടെ മനസ്സിലേക്ക് വന്നു. ആ വീടിൻ്റെ വളപ്പിൽ നിന്നും പഴയ ഓർമ്മകൾ അയവിറക്കുന്ന ഡോക്ടർ വർഷങ്ങൾക്ക് പിറകോട്ട് പോയി ഞാവൽപ്പഴങ്ങൾ ശേഖരിക്കുന്ന കസിൻ സാറയെ കാണുന്നു. ഐസക് അവളെ വിളിക്കുന്നു. അപ്പോൾ ഐസക്കിൻ്റെ സഹോദരൻ അവിടേക്ക് വന്ന് അവളോട് പ്രേമപ്രകടനങ്ങൾ നടത്തുന്നു, ബലമായി ചുംബിക്കുന്നു. ഐസക് വീടിനകത്ത് വാതിലിനരികിൽ നിന്ന് ഹാളിലേക്ക് നോക്കുമ്പോൾ അവിടെ കുടുംബാംഗങ്ങൾ ഡൈനിങ് ടേബിളിന് ചുറ്റുമിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും തമാശ പറയുന്നതും ചിരിക്കുന്നതും കാണുന്നു. പക്ഷെ യഥാർത്ഥ ജീവിതത്തിൽ
ഇത്രയും വ്യക്തമായി കഴിഞ്ഞ കാലം കാണാൻ കഴിയില്ലെന്ന് അയാൾക്കറിയാം. അവ സ്മരണകളിൽ അയവിറക്കാം. ചിലപ്പോൾ പ്രത്യുഷ സ്വപ്നങ്ങളിൽ റിയലിസ്റ്റിക് ദൃശ്യങ്ങളായി കാണാം. അത്രമാത്രം. പിന്നിൽ താണ്ടിയ വഴി അതിദൂരമെന്ന് പി. ഭാസ്കരൻ എഴുതിയത് പിന്നിട്ട വഴി വളരെ ദൂരമുള്ളത് എന്നു മാത്രമല്ല, ആ ദൂരം ഒരിക്കലും തിരിച്ചു നടക്കാനാവാത്തത് എന്നുമല്ലേ. മനസ്സിൻ്റെ നെരിപ്പോടിൽ കഴിഞ്ഞ കാലത്തിൻ്റെ ചിലത് ചാരം മൂടിയ കനലായി അവശേഷിക്കുന്നു. ഓർമ്മയുടെ തെന്നൽ വീശുമ്പോൾ ആ ചാരമൊന്ന് നീങ്ങും, ആ കനലൊന്ന് ജ്വലിക്കും. പ്രസാദ് കണ്ണുകളടച്ച് ചാരിയിരിക്കുന്നു. ഉറങ്ങുകയാണോ? പ്രസാദിൻ്റെ മനസ്സിലും ഇത്തരം ചിന്തകൾ വ്യാപരിക്കുന്നുണ്ടാവുമോ? പുറത്ത് മഴ നിന്ന് വെയിൽ പരന്നു. വണ്ടിക്കകത്ത് വിൽപ്പനക്കാരുടെ സഞ്ചാരം നിലച്ച മട്ടായി. അയാളുടെ മൊബൈൽ ശബ്ദിച്ചു. വീട്ടിൽ നിന്നും ഭാര്യയാണ്. എവിടെ എത്തി? ഇനിയും കുറച്ചു ദൂരം കൂടി. ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം. ഇനിയും മയക്കത്തിലേക്ക് പോകണമോ എന്ന് സംശയിച്ചിരിക്കുമ്പോൾ എനിക്കിറങ്ങേണ്ട സ്റ്റേഷൻ എത്താറായി. പ്രസാദ് അയാളുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞ് എണീറ്റു. മുകളിൽ നിന്നും ബാഗ് എടുത്തു. രണ്ടുപേരും പരസ്പരം അല്പനേരം നോക്കി. മൊബൈലിൽ ഫോട്ടോകൾ ചേർന്നെടുത്തു. വാട്സാപ്പ് നമ്പറുകൾ കൈമാറി. ഇനിയും കാണാം ഇതുപോലെ എവിടെയെങ്കിലും വെച്ച്. അയാൾ കൈകൂപ്പി. തീവണ്ടി സ്റ്റേഷനിൽ സാവധാനം നിന്നു. പ്രസാദ് തൻ്റെ ബാഗുമെടുത്ത് പുറത്തേക്ക് നടന്നു. കമ്പാർട്ട്മെൻറ്റിലെ സീറ്റുകൾ അധികവും ഒഴിഞ്ഞിരിക്കുന്നു. ലക്ഷ്യസ്ഥാനത്തേക്ക് ഇനിയും അധിക ദൂരമില്ല. വലിയ ചങ്ങലയിൽ ഒരു ചെറുകണ്ണി കൂടി ചേരുന്നു. അയാൾ ഒരു ദീർഘനിശ്വാസത്തോടെ പുറത്ത് ഓടിയകലുന്ന ദൃശ്യങ്ങളെ നോക്കി.